മെരിലാൻഡ് സ്റ്റുഡിയോയിലാണ് ഇപ്പം ഞാനിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ, ഇത്രയും വലിയ സ്റ്റുഡിയോ. ഇത് മുഴുവനും നോക്കിക്കൊണ്ടിരുന്നത് മെരിലാൻഡ് സുബ്രഹ്മണ്യ മുതലാളിയാണ്. അതായത് കേരളത്തിൽ 2 സ്റ്റുഡിയോകളായിരുന്നു, ഒന്ന് ഉദയ, ഒന്ന് മെരിലാൻഡ് സ്റ്റുഡിയോ. ഈ 2 സ്റ്റുഡിയോ ഉണ്ടായിരുന്നെങ്കിലും ഈ മുതലാളിമാരിൽ ആദ്യം സുബ്രഹ്മണ്യ മുതലാളിയാണ് ഡയറക്ഷൻ ചെയ്തത്. അതായത് മന്ത്രവാദി എന്ന് പറഞ്ഞ പടം 56-ൽ. പിന്നെയാണ് ഉദയ സ്റ്റുഡിയോയിൽ അദ്ദേഹം ഉമ്മ എന്ന് പറഞ്ഞ പടം ഡയറക്റ്റ് ചെയ്തത്. ഈ മെരിലാൻഡ് സ്റ്റുഡിയോ ആദ്യമായിട്ട് നിർമ്മിച്ചതാണ് ആത്മസഖി. അതിലാണ് സത്യം മാസ്റ്റർ അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ട് സത്യം മാസ്റ്റർ വളരെ വലിയ ഒരു നടനായിട്ട് മാറി. പിന്നെ ഞങ്ങളെല്ലാവരും സത്യം മാസ്റ്ററിനോട് അഭിനയിച്ചിട്ടുണ്ട്. ഞാനൊക്കെ സ്ഥിരം ഒരു 2ാമത്തെ ഭാര്യയായിരുന്നു. അങ്ങനത്തെ പല വേഷങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആസ് എൻ ആർട്ടിസ്റ്റ് സത്യം മാസ്റ്റർ തന്നെയായിരുന്നു. ആമുഖം ആവശ്യമില്ലാത്ത ഒരു നടനെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഭാഷയൊരു പ്രശ്നമാണ്. ഒരു നായകനെ വേണമെന്ന് ധരിച്ചു വച്ചിരിക്കുന്നതൊന്നും ഇല്ലാത്ത നടൻ, എന്നാൽ യഥാർത്ഥ നടന് വേണ്ട അഭിനയ നൈപുണ്യം വേണ്ടുവോളമുള്ളയാൾ. ചില സുഹൃത്തുക്കളുടെ പ്രേരണയിൽ തൻ്റെ ഒരു ഫോട്ടോ അക്കാലത്തെ പ്രശസ്ത സംവിധായകനായിരുന്ന ശ്രീ കെ സുബ്രഹ്മണ്യത്തിന് അയച്ചു കൊടുക്കുകയും അദ്ദേഹം അത് മെരിലാൻഡ് സുബ്രഹ്മണ്യത്തിന് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് മെരിലാൻഡിൻ്റെ ബാനറിൽ ആദ്യം നിർമ്മിച്ച ആത്മസഖിയിൽ സത്യൻ നായകനാകുന്നത്. സിനിമയിൽ വരുന്നതിന് മുമ്പ് പുന്നപ്ര വയലാർ സമരകാലത്ത് ആലപ്പുഴയിൽ സബ് ഇൻസ്പെക്ടറായിരുന്നു അദ്ദേഹം. സിനിമയിലെത്തിയതോടെയാണ് അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ചത്. 39-ാം വയസ്സിൽ സിനിമയിലെത്തിയ സത്യൻ 150-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ചു. ആത്മസഖിയിലെ അഭിനയം ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും 1954-ൽ റിലീസ് ചെയ്ത നീലക്കുയിലിലൂടെയാണ് സത്യൻ മലയാളി മനസ്സിൽ അനിഷേധ്യമായ ഒരു സ്ഥാനം നേടിയെടുക്കുന്നത്. സത്യമാഷ് ഞാൻ ആദ്യം കാണുന്നത് ഉണ്ണിയാർച്ചയ്ക്കാണ്. അപ്പോൾ ഉണ്ണിയാർച്ചയുടെ സ്ക്രിപ്റ്റുമായിട്ട് ഞാൻ ചെല്ലുമ്പോൾ സത്യൻ സാറ് കണ്ട് വായിച്ചു. നമസ്കാരം, എന്താ എവിടെയാണ് പേര് സാരംഗവാണി, എവിടെയാണ് വീട്, അല്ല സ്ക്രിപ്റ്റ് സീൻസൊക്കെ വായിച്ച് കൊള്ളാം കേട്ടോ, കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ച് അപ്പോൾ ആലപ്പുഴ എവിടെയാണ് സാരംഗവാണി? ഞാൻ പറഞ്ഞു സാറ് പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായിട്ടിരുന്നില്ലേ, ആ സ്റ്റേഷൻ്റെ കുറച്ച് പടിഞ്ഞാറ് വശത്താണ് എൻ്റെ വീട്. അവിടെ സാറ് ഓർത്ത് നോക്കി എന്നെ ഒന്നു. അപ്പോൾ ചോദിച്ചു എന്താ കാര്യം? അല്ല സാറ് എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ ഒരിക്കലേ? ഞാനോ? അതെ, അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ കേസില്ലേ, പോലീസ് സ്റ്റേഷനിൽ കയറി നിങ്ങളെയൊക്കെ കൊല്ലാൻ പോയ ഒരു കേസില്ലേ, ആ കേസിൽ സംശയിച്ച് എന്നെ കൊണ്ടുവന്നില്ലേ? എന്നിട്ട് പൊന്നിയ നാടാർ സത്യൻ സാറിൻ്റെ കയ്യിലോട്ടല്ലേ എന്നെ ഏർപ്പെടുത്തിയത് സത്യം അറിയിപ്പിക്കാൻ വേണ്ടി, ഈ സ്റ്റേഷൻ ആക്രമിച്ചവരാരാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതിന് തല്ലിക്കൊണ്ടിരിക്കുന്ന പോലീസ് കൂട്ടത്തിൻ്റെ നടുവിലേക്ക് എന്നെ സാറല്ലേ വലിച്ചെറിഞ്ഞത്. എന്നെ അവർ ഏകദേശം ഒരു 2-3 മണിക്കൂർ മർദ്ദിച്ചില്ലേ? സാർ ഓർക്കുന്നില്ലേ ഈ കഥകളെല്ലാം? അപ്പോൾ സാറ് ഓർക്കാതെ എന്നെക്കുറിച്ചിട്ട് ഫ്ലാഷ് ബാക്ക് പോലെ സിനിമയിൽ പോലെ ഓർത്ത് സാറ് കണ്ണുനീര് വന്നു എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ സാറിൻ്റെ എല്ലാ പടങ്ങളും എന്നോട് സാധാരണമായ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു വാസ്തവത്തിൽ സത്യൻ സാർ. വീരനായിട്ടുള്ള ഒരു ഹീറോ ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യം മാസ്റ്ററാണ്. അദ്ദേഹമാണ് ഞാൻ ഉണ്ണിയാർച്ച അങ്ങനെയുള്ള സിസ്റ്റം, അങ്ങനെയുള്ള സിസ്റ്റം എന്ന് വെച്ചാൽ അസൽ പോലീസ് ഇതാണ്, കറക്റ്റാണ്. ആ മേക്കപ്പ് കണ്ടുകൊണ്ട് എന്നെ കെട്ടിപ്പിടുത്തിട്ട് പറഞ്ഞു നീ ഇത്രയും വലിയൊരാളാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. സത്യൻ സാറ് നമ്മൾ ഇത് ഉദയൻ്റെ മകൻ എടുക്കാൻ പോകുമ്പം ഷൂട്ടിങ് ഔട്ട്ഡോർ ഇവിടെ ആയിരുന്നു, തേക്കടി. ആ മഞ്ഞ് സമയത്ത് അവിടെ കുഞ്ചാക്കമ്പള്ളിക്ക് ഭയങ്കര സിസ്റ്റമുണ്ട്. 8 മണിയെന്ന് പറഞ്ഞാൽ 8 മണി ഷൂട്ടിങ് തുടങ്ങിയിരിക്കണം. 5 മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് 5 മണിക്ക് വരും ആ തണുപ്പത്തെ മനുഷ്യൻ. ഇന്നും ഇവിടെ ആരെങ്കിലും വരുമോ? ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വരുമോ? ആ തൊഴിലിൻ്റെ കൂടെ ഒരു ബഹുമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സത്യൻ മാഷ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള അതിൽ കവിഞ്ഞ് എനിക്കൊരു അടുത്തൊരു സുഹൃത്തായിരുന്നു, വളരെ അടുത്ത സുഹൃത്തായിരുന്നു. എൻ്റെ ഒരു ബ്രദറുമാരിയാണ് അങ്ങേര് എന്നോട് പെരുമാറിയിരുന്നത്. വയനാട്ടിൽ ഞങ്ങളൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഞാൻ സത്യം മാഷ് ഒരേ റൂമിൽ താമസിച്ചു ഒരു 3 ദിവസം തുടർച്ചയായിട്ട്. അപ്പോൾ അന്ന് സത്യം മാഷ് അങ്ങേരുടെ ജീവിതകഥകളെല്ലാം അങ്ങനെ ഓരോന്നോരോന്ന് എന്നോട് പറഞ്ഞു. മിലിറ്ററിയിലുണ്ടായിരുന്നത്, അത് കഴിഞ്ഞിട്ട് പോലീസിലായിരുന്നു, പോലീസിൽ നിന്ന് പിന്നെ അങ്ങേര് സിനിമയിൽ വന്ന കഥകൾ,
പോലീസിലായിരിക്കുന്ന കാലത്ത് അങ്ങേര് ചെയ്തിട്ടുള്ളതായ ഓരോ കാര്യങ്ങളും അങ്ങേര് ചേർത്തലയിലുള്ള കാലത്തുള്ള ആ കാലഘട്ടം മുഴുവനും അങ്ങേര് എന്നോട് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് സിനിമയിൽ വന്നത്. വ്യത്യസ്തമായൊരു ഇത് അങ്ങേർക്കുള്ളത് എന്താ അറിയോ, പങ്ക്ച്വാലിറ്റി. ഒരിക്കൽ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ജോലിക്ക് വരുന്ന സമയത്ത് 7 മണിക്ക് എന്ന് പറഞ്ഞാൽ 7 മണിക്ക് നമ്മൾ വന്നിരിക്കുക. മറ്റുള്ളവർ 7 മണിക്ക് വരുന്നോ ഇല്ലയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് പങ്ക്ച്വാലിറ്റി വളരെ നിർബന്ധമായിരിക്കണം. പിന്നെ അങ്ങനെ വേറെ കഴിവെന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറായി കഴിഞ്ഞാൽ, മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവൻ ആ ക്യാരക്ടറായി അങ്ങനെ, അതാണ്.